നിങ്ങൾക്കെല്ലാം അറിയാം, 2 കൊല്ലമായി സംസാരിക്കാറില്ല. ഇവിടെ മദ്ഹുർ റസൂലിന്റെ ബർക്കത്ത് ആശിച്ചുകൊണ്ടും, രണ്ടാമതായി നമ്മളെല്ലാം നേതാവായി അംഗീകരിക്കുന്ന, നമ്മളല്ല, ഞാനത് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന മഹാനായിരിക്കുന്ന താജുൽ ഉലമാ അദ്ദേഹത്തിന്റെ തക്രീമിൽ പങ്കെടുക്കുക. മൂന്നാമതായി നിങ്ങളെല്ലാം ദുആ ചെയ്തുകൊണ്ട് എന്റെ ആരോഗ്യം ഇങ്ങനെ നിലനിൽക്കുന്നു, അതിനായി നിങ്ങൾക്കെല്ലാം ശുക്ർ ചെയ്യുകയും, അവസാനം യഖീനോട് കൂടി, കാമിലായ ഈമാനോട് കൂടി യാത്ര പറയാനുള്ള തൗഫീഖിന് നിങ്ങളെല്ലാം ദുആ ചെയ്യണമെന്നുള്ള വസിയ്യത്ത്, അതാണ് എന്റെ വരവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെല്ലാം ഇതേപോലെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി തരുമാറാകട്ടെ. ഈ സദസ്സിൽ പ്രത്യേകിച്ചും സംസാരിക്കാൻ വിഷമമുണ്ട്, നിങ്ങളെ ക്ഷമിപ്പിക്കുന്നതിലും എന്റെ വിഷമവും. എന്നിരുന്നാലും ഒരു കാര്യം ഉണർത്താതെ നിവൃത്തിയില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ, മഹാനായ താജുൽ ഉലമാഇന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ അടുത്ത ദിവസം എന്നോട് ചോദിക്കുകയുണ്ടായി, 1951 19ാം വാർഷിക സമ്മേളനം കഴിഞ്ഞിട്ട് ആ പ്രമേയങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അൽബയാനിൽ തങ്ങൾ എഴുതിയിരുന്നല്ലോ, ആ പ്രമേയം കിട്ടാൻ വഴിയുണ്ടോ? ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് താജുൽ ഉലമാഇന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്ന കാരണം. 60-ൽ പരം വർഷങ്ങൾ മഹാന്മാരായ ആലിമീങ്ങൾ, മഹാനായിരിക്കുന്ന വരക്കൽ മുല്ലക്ക് തങ്ങൾ നബറല്ലാഹു ബറകതുഹു, നമ്മുടെ മശായിഖുകൾപ്പെട്ട ബഹുമാനപ്പെട്ടതിരിക്കുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബറഹു ബറകതുഹു, അതുപോലെ തന്നെ അബ്ദുൽ ബാരി തങ്ങൾ തുടങ്ങിയ മഹാന്മാർ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന പരമ്പരയായിട്ടുള്ള ആ മിനിറ്റ്സ് മാറ്റിത്തിരുത്താൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതാ, ഭൂരിപക്ഷം അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കണോ? ഈ ഭൂരിപക്ഷത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നതാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 60 വർഷത്തിലധികമുള്ളതായിരിക്കുന്ന ആ മിനിറ്റ്സ് ഇന്ന് ചോദിച്ചാൽ എവിടെയുണ്ട്? ആരാണ്? നിങ്ങൾ മനസ്സിലാക്കണം, മഹാന്മാരായിരിക്കുന്ന ആ ആരിഫീങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് 970 വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം. ഞാൻ ഖിദ്മത്തിന് അവരെ കൂടെ കൂടിയാണല്ലോ 10-20 കൊല്ലമായിട്ട്. ഫുലൂസ് മാഫി എന്നാ പറയൽ സമസ്യയെ സംബന്ധിച്ച്. അങ്ങനെ കഷ്ടപ്പെട്ട് ദീന നിലനിർത്തിയിട്ട് അള്ളാഹു ചെയ്തിരിക്കുന്ന നിയമത്ത് ഇപ്പോൾ നമുക്ക് ഈ കാണുന്നതായിരിക്കുന്ന നിയമത്തുകൾ. അതുപോലെ എന്റെ സഹോദരന്മാർ 88-ലും ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കഷ്ടപ്പാടൊക്കെ ഇന്ന് നിങ്ങൾ കാണുന്ന അവസരത്തിൽ വേദനയോടുകൂടി പറഞ്ഞു പോകുന്നു, യാ ലൈത ഹസനാതിനാ ഉജ്ജിലത് ലനാ. മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വാക്ക്, നമ്മൾ ചെയ്തിരിക്കുന്ന ഗുണത്തിന്റെ അനുഭവം ഈ ഭൗതിക ലോകത്തിൽ തന്നെ അനുഭവിച്ചു പോവുകയാണോ എന്ന് ഭയപ്പെടുകയാണ്. പക്ഷെ അൽഹംദുലില്ലാഹ്, അല്ലാഹുക്ക് ശുക്ർ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആ മഹാന്മാർ അന്നുണ്ടായ പാർട്ടി വഹാബിയത്തും ഖാദിയാനിയത്തും അതുപോലെ തന്നെ കള്ളതരീഖത്തും ഇന്ന് അതിന്റെ 10 മടങ്ങ് ദിവസേന കുമിളുപോലെ പൊന്തി വരുന്നതിരിക്കുന്ന ഈ അവസരത്തിൽ അത് റദ്ദ് ചെയ്യാൻ നിർത്താനുള്ളതായിരിക്കുന്ന ആ ഖുവ്വത്തും ഹിമ്മത്തും തങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഹാലി എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ആ ഹിമ്മത്ത് നിലനിർത്താനുള്ളതായിരിക്കുന്ന എല്ലാവിധ ശക്തിയും നിങ്ങൾ നൽകണം. ഒരു കാര്യം കൂടി ഞാനിപ്പോൾ ഓർത്തു പോവുക, ഒരു പേര് വെച്ച രസികൻ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കാച്ച് കുറെ കത്തുകൾ വരും. ഞങ്ങളെ കൂടെ ശംസുൽ ഉലമാവും ബഹുമാനപ്പെട്ടതിരിക്കുന്ന റയീസ് മുഹഖഖീനുണ്ട്, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊന്നും കാണുന്നില്ല. അമ്മാബി നിഅമത്തി റബ്ബിക പഴയത് ഞാൻ പറയാൻ വിചാരിച്ചല്ല, എന്നാലും ശരി ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ടതിരിക്കുന്ന റയീസുൽ മുഹഖഖീൻ നിങ്ങൾക്ക് പലർക്കും അറിയാം, മരിക്കുന്നവരെ തങ്ങളുടെ പേര് പറയുമ്പം നിങ്ങൾ നീക്ക് മാറ്റി വെച്ചത്. അങ്ങനത്തെ മഹാനെ എങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുക? പിന്നെ അതേപോലെ ശംസുൽ ഉലമാ വാസ്തവത്തിൽ ഒരു ജല്ലത്ത് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വരേണ്ടി വന്നിരിക്കുന്നു.
പക്ഷെ അതേ അവസരം അദ്ദേഹം അവസാനത്തിൽ നന്നാവണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ കുറച്ചാൾക്കെങ്കിലും അത് കേട്ടിട്ടില്ലേ? എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? ഞാൻ പറയുന്നത് റബ്ബിന്റെ തൗഫീഖോട് കൂടി ആ മഹാന്മാരുടെ പാദത്തിൽ അടിയുറച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് അവരുടെ ഹയാത്ത് കാലത്തും ഇന്നും നിലനിൽക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. ആ രസികനി മറുപടി എന്നുള്ള ഇറക്കി തന്നെയാണ്. ഇതിനിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിം അള്ളാഹു തആല അദ്ദേഹത്തിന് ശക്തിയും ഖുവ്വത്തും നൽകും. അവിടെ കാസർഗോഡ് ഒരു വാദപ്രതിവാദത്തിൽ ഒറ്റക്ക് പോവുക. ഞാൻ പറഞ്ഞ് വലിയപ്പിന് ചെറിയപ്പിനെങ്കിലും കൂട്ടായിരുന്നല്ലോ, അതൊന്നും വേണ്ട, അത്രമാത്രം ഒന്നും ഇപ്പൊ അവരെ ഹിമ്മത്തൊന്നും ഇല്ല, അതുകൊണ്ട് ഉസ്താദ് ദുആ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മജ്‌ലിസ് അടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അന്ന് രാത്രി യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടില്ല, അത്രയും വേവലാതിയാണ്. കാരണം എന്തുകൊണ്ട്? പേരോടല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത. അങ്ങനെ ഉറക്കു വന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താൻ വന്ന ശംസുൽ അദ്ദേഹം വന്നു. എനിക്ക് മനസ്സമാധാനമുണ്ട്. ഇത് ഞാനിവിടെ പറയേണ്ടി വന്നതാണ്. ഞങ്ങൾ ആ കദമിലാണ്. ആ കദമിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ ഉറച്ചു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എന്റെ ആക്ബത്തിന് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.